ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ജനറലൈസ്ഡ് ഇക്വേഷൻ ഫോർ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ വൈബ്രേഷൻ എന്നൊക്കെ അല്ല ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ കറക്റ്റല്ല, ഫോർ വൈബ്രേഷൻ അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എം ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് സി ഇൻറ്റു വെലോസിറ്റി പ്ലസ് കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എഫ് ടി എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻസ് പറഞ്ഞ കേസ് നമ്മൾ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിന് ഡെറിവേഷൻ ഇനി പറയാൻ പോകുന്നത്. ശരി, ഡെറിവേഷൻ മൊത്തം പഠിക്കേണ്ട ആവശ്യം ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കും, പക്ഷേ ചാൻസ് കുറവാണ്. അപ്പം ഇത് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ലെവലിലേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരു 1 hour 1.5 hours പറയാൻ തന്നെ ഉണ്ട്, ഈ ഡെറിവേഷനും ഇതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം. ഓക്കെ, പ്രോബ്ലം ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോകാം. ഫോർ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ദ ഡാമ്പിംഗ് ഫോഴ്സ് ആൻഡ് ദ എക്സൈറ്റിംഗ് ഫോഴ്സ് ആർ ഈക്വൽ ടു 0. അതായത് അൺഡാംപ്ഡ് എന്ന് പറയുമ്പം ഡാമ്പിംഗ് ഇല്ല, അപ്പോൾ ഈ പറയുന്ന നടുക്കുള്ള ടേം ഇല്ല. പിന്നെ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അതായത് ഈ എഫ് ടി എന്ന് പറഞ്ഞ ടേം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും therefore the equation of motion, equation of motion can be written as m z dot plus k z equal to 0. അതായത് mass into acceleration plus k into displacement is equal to 0 dividing throughout by m. m വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് z dot into k by m z is equal to 0. ഈ k by m എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പം ഡെറിവേഷൻ ലാസ്റ്റ് പറയാം. അപ്പം ഈ z dot into k by m into z എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതായത് ds സ്ക്വയർ ഡിവൈഡ് ബൈ dt സ്ക്വയർ ഇസ് ഈക്വൽ ടു k by m ഇൻറ്റു s ഇസ് ഈക്വൽ ടു 0. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണിത്, ഇത് ഡെറിവേറ്റീവ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഇക്വേഷൻ്റെ ജനറലൈസ്ഡ് സൊല്യൂഷനാണ് z ഇസ് ഈക്വൽ ടു a1 ഇൻറ്റു cos omega t plus a2 into sin omega t, where a1 and a2 are both constants and omega n is the undamped natural frequency. ഓക്കെ, ഈ പറയുന്ന ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഈ ഒമേഗ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോയാൽ നമുക്കിതിൻ്റെ ഈക്വേഷൻ ഫുൾ അല്ലെങ്കിൽ ഇതിൻ്റെ മോഷൻ ഫുൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം z ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോയാൽ a1 ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എൻ പ്ലസ് a2 ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എൻ എന്ന് കിട്ടും. സോ ഇസഡ് ഡോട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ ആ സാധനത്തിന് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് ഇസഡ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ, ഫൈനൽ ഇക്വേഷൻ ഞാൻ പറയുകയാണ്, മൈനസ് ഒമേഗ എൻ ഇൻറ്റു a1 കോസ് ഒമേഗ എൻ ടി പ്ലസ് a2 സൈൻ ഒമേഗ എൻ ടി. നമ്മൾ ശ്രദ്ധിക്കാൻ പോയി അറിയാൻ പറ്റും ആ ടേം തന്നെയായിരിക്കും ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇസഡിൻ്റെ ഈ വാല്യൂ തന്നെയാണ് ഇത്. അപ്പം ഇസഡ് ഡോട്ട് ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു ഇസഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ടേമും സെയിം ആവും. അപ്പം ഇത് ഇക്വേറ്റ് മീൻസ് ഈ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ, ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 അല്ല, ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 4ഉം, ബിക്കോസ് ഇസഡിൻ്റെ വാല്യൂ ഇസഡ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ കൊടുത്തേക്കുന്ന ഇക്വേഷൻ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഒമേഗ എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഇത് ആവശ്യമുള്ള ഇക്വേഷൻ പ്രോബ്ലത്തിൻ്റെ അകത്തേക്ക് അറിയാനുള്ള. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ ബൈ എം. അതായത് കെ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ്, എം എന്ന് പറയുന്നത് മാസ്. ദ വാല്യൂസ് ഓഫ് a1 ആൻഡ് a2 ആർ ഒബ്റ്റെയിൻഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പ്രോപ്പർ ബൗണ്ടറി കണ്ടീഷൻസ്. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇസഡിൻ്റെ വാല്യൂ ഇസഡ് 0 ആയിരിക്കും. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇസഡ് ഡോട്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും കേട്ടോ. അത് കൊടുത്തേക്കുന്നത് തെറ്റാണ്. ഇസഡ് ഡോട്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇൻ ദ ഇക്വേഷൻ ഇസഡ് 0 ഈസ് ഈക്വൽ ടു a1 cos 0 പ്ലസ് a2 sin 0. അപ്പോൾ ഇതിന് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് v0 ഈസ് ഈക്വൽ ടു മൈനസ് a1 minus a1 cos 0 into a1 omega n sin 0 plus a2 omega n cos 0 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും v0 is equal to a2 omega എന്ന് കിട്ടും. a2 is equal to v0 by omega n എന്ന് നമുക്ക് കിട്ടും. ഇതൊക്കെ ശരിക്കും ഡെറിവേഷൻ ചാൻസ് കുറവാണെന്ന്, അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുമ്പോൾ ഞാൻ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടെ
ഞാൻ ചെയ്ത് ഇട്ടേക്കാം. Z is equal to Z0 cos omega nt plus V0 by omega n sin t എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേഷൻ വഴി കിട്ടും. ഓക്കെ, now let Z0 is equal to AZ cos theta and V0 by omega n is equal to AZ sin theta എന്നൊരു ടേമിൽ എഴുതാൻ പോയാൽ നമുക്ക് അവസാന ഇക്വേഷനെ AZ omega nt cos theta plus A2 sin omega nt sin theta എന്ന രീതിയിൽ Z എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് Z is equal to AZ cos omega nt minus തീറ്റയും തീറ്റ is equal to tan inverse V0 by omega n into Z0. ഇതും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഫൈൻ, അല്ല കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞു വെച്ചേക്കാം. വേറെ തീറ്റ is equal to tan inverse V0 by omega n Z0. അതായത് ഈ രണ്ട് ടേമും കൂടെ ഡിറൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടാൻ തീറ്റ എന്ന് കിട്ടും. അങ്ങനെ ഡിറൈവ് ചെയ്ത് ബിക്കോസ് ഒരു അപ്രോക്സിമേഷൻ ഞാൻ പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫൊക്കെയാണ്. ഇതൊന്നും പ്രോബ്ലത്തിന് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നില്ല. പിന്നെ AZ ഇസ് എ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ ഇക്വേഷനകത്ത് കണ്ട AZ എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് T ഇസ് എ ടൈം പീരിയഡ്. ദെയർഫോർ T അല്ലെങ്കിൽ ടൈം പീരിയഡ് എപ്പോഴും എന്ന് പറയുന്നത് ഏതൊരു കേസാണ്, ഇപ്പം പീരിയോഡിക് മോഷൻ ആണെങ്കിൽ ടൈം പീരിയഡ് ഇസ് ഗിവൺ ബൈ T ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ n. ഓക്കെ, അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ബൈ ടൈം പീരിയഡ് എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ n ബൈ 2π എന്ന് കിട്ടും. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ 2π ഇൻറ്റു റൂട്ട് ഓഫ് k ബൈ m എന്നും നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ഈ എമ്മിൻ്റെ അകത്ത് MF പ്ലസ് എം എസ് എന്ന് എഴുതാം. ബിക്കോസ് ഈ പറയുന്ന മാസ് ഓഫ് ദി സിസ്റ്റം നമ്മുടെ ഈ കേസിൽ സോയിലും ഫൗണ്ടേഷനും ഉള്ളതല്ലേ. അപ്പോൾ ഇത് മാസ് ഓഫ് ഫൗണ്ടേഷൻ പ്ലസ് മാസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ള ഭാഗമാണ് പ്രോബ്ലം ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിറ്റർമിനേഷൻ ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് എലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ ക്ലിയർ ആയി കാണത്തില്ല, പക്ഷേ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. ഇതിനകത്ത് നമുക്ക് മെയിൻലി അറിയാനുള്ള രണ്ടൊന്ന് ഭാഗം ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചു വിട്ട് പറയാം. ബാക്കിയുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇടാം. ഒമേഗ n ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k ബൈ n, ഇതറിയണം. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് k ബൈ n ആണ്. പിന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ AZ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. ആ AZൻ്റെ വാല്യൂ റൂട്ട് ഓഫ് Z0 പ്ലസ് V0 ബൈ ഒമേഗ n ദ ഹോൾ സ്ക്വയർ. അതായത് മറ്റേ ഈ റൂട്ട് മറ്റേ പൈതഗോറസ് ചെയ്യുന്ന പോലെ. പിന്നെ ഈ ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ n, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരിയഡ്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ n ബൈ 2π. ഇത്ര അറിഞ്ഞാൽ അതിന് ഈ ഇക്വേഷനും കൂടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ 2π ഇൻറ്റു റൂട്ട് ഓഫ് k ബൈ m വിച്ച് ഇസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി. അല്ല എമ്മിൻ്റെ വാല്യൂ മാസ് ഓഫ് ഫൗണ്ടേഷൻ പ്ലസ് മാസ് ഓഫ് സോയിലാണ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഭാഗമാണ് അറിയേണ്ടത്. ഡിറ്റർമിനേഷൻ ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് എലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ. നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫൗണ്ടേഷൻ സോയിൽ സിസ്റ്റം ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് ദ തിയറി ഓഫ് വൈബ്രേഷൻസ്. അത് നമ്മൾ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത തിയറി വെച്ച് തന്നെ ചെയ്യാം. ദ ഇക്വേഷൻ ഓഫ് മോഷൻ നെഗ്ലക്റ്റിംഗ് ഡാമ്പിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫോഴ്സ് ആൻഡ് എക്സൈറ്റിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇത് ഈ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഫോഴ്സ്, അത് രണ്ട് നെഗേറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് NM Z" പ്ലസ് KZ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ഈ M എന്ന് പറയുന്ന മാസ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ സോയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മളിപ്പം ഫൗണ്ടേഷൻ എടുക്കുന്ന കേസ് മീൻസ് ഫൗണ്ടേഷനും സിസ്റ്റം കൂടെ എടുക്കുന്ന മീൻസ് മെഷീനോട് എടുക്കുമ്പോഴത്തേക്കും അതിൽ മാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെഷീൻ്റെ മാസ്, ഫൗണ്ടേഷൻ്റെ മാസ്, പിന്നെ ഈ സോയിലിൻ്റെ മാസ്. ബിക്കോസ് ഫുൾ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മെഷീനും ഫൗണ്ടേഷനും സോയിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ മൂന്നിൻ്റെയും കൂടെ മാസ്സായിട്ടാണ് എടുക്കുന്നത്. K എന്ന് പറയുന്ന ഇക്വലൻറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ സോയിൽ, അല്ലെങ്കിൽ സോയിലാണ് ഇതിനെ നമ്മൾ ഈ സ്റ്റിഫ്നെസ്സിൻ്റെ രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ K എന്ന് പറയുന്നത് ഈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞ ടേമിലാണ് എടുക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഇക്വേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k ബൈ m എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ എടുക്കുക. വേർ ഒമേഗ n ഇസ് റേഡിയൻസ് പെർ സെക്കൻഡ്, അതാണ് യൂണിറ്റ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി. അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന രീതിയിലായിരിക്കും എഴുതുക. ഓൾസോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ 2π റൂട്ട് ഓഫ് k ബൈ m, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി അല്ല ഫ്രീക്വൻസി
ഓക്കെ, നമ്മൾ നേരത്തെ ഒമേഗ എൻ എന്ന് പറഞ്ഞ് എഴുതിയെന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡാണ്. ഓക്കെ, നമ്മൾ പിന്നെ ഈ ഫ്രീക്വൻസി ഇപ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എഴുതാനാണെങ്കിൽ 1/2π ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതണം. അപ്പോൾ ആ കേസിൽ ബിക്കോസ് മറ്റേ ഒമേഗ നമ്മൾ നേരത്തെ എഴുതിയ √k/n എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിൽ നമ്മൾ മീൻസ് യൂണിറ്റ് മാറുന്ന പോലെ തന്നെ നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതാമല്ലോ. അതുപോലത്തെ ഒരു കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത്. സൈക്കിൾസ് പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 1/2π ഇൻറ്റു √k/m, അതായത് ഒമേഗ എന്നാണ് √k/m. അത് നമ്മൾ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2π വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പിന്നെ കെയുടെ വാല്യൂ കോയിഫിഷ്യൻ്റ് ഓഫ് എലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ. ഈ പറയുന്ന ഇങ്ങനത്തെ ഇപ്പം നമ്മൾ ഏതൊരു പീരിയോഡിക്കലി വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സ്പ്രിംഗ് മാസ് മോഡൽ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സിഗ്നിഫൈ ചെയ്യും. അതായത് ഏതൊരു വൈബ്രേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഈ പറഞ്ഞൊരു മാസും അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ വർക്കിംഗ് ഏകദേശം സിമിലർ ആയിട്ട് മീൻസ് ഇതിൻ്റെ ഫങ്ഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ടു മാസ് ആൻഡ് സ്പ്രിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആയിരിക്കും ഏതൊരു വൈബ്രേഷൻ എടുത്താലും. ഓക്കെ, for the purpose of analyzing the machine foundation soil system is expressed by the idealized mass spring system as shown in the figure. Let the unbalanced force is represented by F0 into sin omega t. The equation of motion of the system is mzz plus kz is equal to F0 sin omega t. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനെ നമ്മളൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഫോഴ്സ് ഉള്ള ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ =0 എന്നല്ല, F0 sin omega t എന്ന് പറയും. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മെഷീന് പിന്നെയും റൺ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പീരിയോഡിക് മോഷൻ പിന്നെയും മീൻസ് ഇത് ചെയ്യുമല്ലേ, ക്രിയേറ്റീവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സിനാണ് F0 sin omega t എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതിയേക്കുന്നത്. K is equal to Cu into A, അല്ലെങ്കിൽ stiffness is equal to Cu into A, where Cu is the coefficient of elastic uniform compression and A is the contact area of the foundation with soil. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, Cu equal to compressive stress applied to the rigid foundation block divided by elastic part of settlement induced. ഇത് രണ്ടും ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, ഇത് നേരെ എടുത്തിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് ചെയ്താൽ മതി. അപ്പം നമ്മളിത് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു ഒമേഗ എൻ ഇസ് ഈക്വൽ ടു √k/m, വെയർ Cu ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ k/mനെ റെപ്രസെൻ്റ് ചെയ്യുക. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ ഇസ് ഗിവൺ ബൈ എ ഇസ് ഈക്വൽ ടു F0 sin omega t ഡിവൈഡഡ് ബൈ k മൈനസ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സിങ് വൈബ്രേഷൻ, അത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ mz∬ ഇൻറ്റു kz ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ടേം എഴുതിയില്ലേ, ഈ ഫോഴ്സിങ് വൈബ്രേഷൻ F0 ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ k മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ, ഈ കെയുടെ വാല്യൂ Cu ഇൻറ്റു എ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നേരത്തെ കണ്ടുപിടിച്ചേക്കുന്ന പോലെ. ആൻഡ് ഈ പറയുന്ന Cuൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എം എന്നാണ്. ബിക്കോസ് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്ന പോലെ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു √Cu ഇൻറ്റു എ ഡിവൈഡ് ബൈ എം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് Cu ഇൻറ്റു എ എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എം എന്ന് പറഞ്ഞ രീതിയിൽ അവസാനം ഇക്വേറ്റ് ചെയ്യാം. Therefore അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എ ഇസ് ഈക്വൽ ടു F0 sin omega t divided by m into omega n square minus omega square. ഈ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് വൈബ്രേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ ഒമേഗ എന്ന് തന്നെ എഴുതിയേക്കുന്നത്. അപ്പം ഇതിന് മാക്സിമം വാല്യൂ വരുന്ന എപ്പോഴാണ്, ഇതിൻ്റെ കൂടെയുള്ള കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ ടേമിൻ്റെ വാല്യൂ മാക്സിമം വരുമ്പോഴാണ്. നമുക്ക് സൈൻ്റെ റേഞ്ച് അറിയാം 0 to അല്ലെങ്കിൽ -1 to 1 ആണ്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് മാക്സിമം വാല്യൂ കിട്ടുന്നത് സൈൻ ഒമേഗ ടി 1 ആകുമ്പോഴാണ്. Therefore maximum amplitude is equal to F0 divided by m into omega n square minus omega square. The coefficient of elastic uniform compression depends upon the type of soil. It can be obtained from the following relation.
CU is equal to 1.13 into E divided by 1 minus mu square into 1 by root A. അത് മിക്കവാറും പഠിക്കേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നില്ല, എന്നാലും പഠിച്ച് വെച്ചേക്ക്, പറയാൻ പറ്റത്തില്ല ഇപ്പോൾ KTU ആയതുകൊണ്ട്. The coefficient varies inversely proportional to the square root of the base area of the foundation. Thus, CU2 divided by CU1 is equal to A1 root of A1 divided by root of A2. അത് ഈ റിലേഷനിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എ എന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചെന്നാൽ മതി. അതിൻ്റെ ഈ ഇക്വേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൂ. ഇത്ര മെനക്കെട്ട ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്.